ഈ വർഷത്തെ കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവം അരങ്ങ് സർഗോത്സവം ജൂൺ 7 മുതൽ 9 വരെ കാലിക്കടവിൽ നടക്കും. ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലമായ സംഘടക സമിതി രൂപീകരിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കാലിക്കടവിലെ പിലിക്കോട് പഞ്ചായത്ത് മൈതാനം, പിലിക്കോട് ശ്രീകൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചന്തേര ഗവൺമെന്റ് UP സ്കൂൾ തുടങ്ങി 7 വേദികളിലായാണ് കലോത്സവം അരങ്ങേറുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ നടത്തിപ്പിനും മുന്നൊരുക്കങ്ങൾക്കുമായി വിപുലവും സുസജ്ജവുമായ സംഘടക സമിതിക്കാണ് രൂപം നൽകിയത്. കാലിക്കടവിലെ കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘടക സമിതി രൂപീകരണ യോഗം മണ്ഡലം MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് സാമൂഹ്യ അവരുടെ സാമൂഹ്യ പദവികളെടുക്കാൻ ഏറ്റവും ശ്രദ്ധേയമായി ഇടപെടൽ നടത്തുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളിൽ മറ്റേത് മേഖലയോടെന്ന പോലെ തന്നെ വളരെ അനുഭാവപൂർവമായിട്ടുള്ള സമീപനമാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട രംഗത്ത് സംഘടനാ സംവിധാനമായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തെ ശാക്തീകരിക്കാൻ ഈ സംസ്ഥാന സർക്കാർ കൈകൊണ്ടു. പ്രതിവർഷം അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റിൽ ഒട്ടും കുറയാത്ത ഒരു തുക കുടുംബശ്രീ പ്രവർത്തനത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ നിലയിലാണ് കേരളത്തിൽ പണം ചെലവഴിക്കുന്നത്. ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായി. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP പ്രസന്നകുമാരി, CV പ്രമീള, VV സജീവൻ, PV മുഹമ്മദ് അസ്ലം എന്നിവരും EM ആനന്ദവല്ലി, M മനു, PK ലക്ഷ്മി, മുൻ MP P കരുണാകരൻ, TT ഗീത തുടങ്ങിയവരും സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സംഘടക സമിതിയുടെ ചെയർമാനായി M. രാജഗോപാലൻ MLAയെയും ജനറൽ കൺവീനറായി ജാഫർ മാലിക് IASനെയും കൺവീനറായി TT സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.